കുട്ടികളെ, നമുക്ക് ഇന്ന് രണ്ടാമത്തെ അധ്യായം, അതായത് ഒന്നാമത്തെ ഇക്കായിലെ, അതായത് ഫസ്റ്റ് യൂണിറ്റിലെ ആദ്യത്തെ യൂണിറ്റിലെ അതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. അധ്യായത്തിൻ്റെ പേരാണ് ഹതാശാസെ ഏക് വ്യക്തി ബാഠ് ഗയാ ഥാ. എന്താണ്? നിരാശ കൊണ്ട് ഒരു വ്യക്തി അവിടെ ഇരിക്കുകയായിരുന്നു എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഹതാശ, നിരാശ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു കവിതയെക്കുറിച്ച് വേറൊരാൾ ഒരു ടിപ്പണി തയ്യാറാക്കിയിരിക്കുന്നതാണ്. ടിപ്പണി എന്ന് വെച്ചാൽ ഒരു വ്യാഖ്യ അല്ലെങ്കിൽ ഒരു ആസ്വാദനം തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ ആസ്വാദനക്കുറിപ്പ് എന്നൊക്കെ പറയും അല്ലേ? ഒരു ആസ്വാദനം അല്ലെങ്കിൽ ഒരു കമൻ്ററി അത് തയ്യാറാക്കിയിരിക്കുന്നതാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് വിധയാണ് ഈ ചാപ്റ്ററിനുള്ളത്. മറ്റേ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടു ഒരു കഹാനി അല്ലേ? കഹാനിയായിരുന്നു, ബീർ ബഹുട്ടി എന്ന് പറയുന്ന ഒരു കഹാനിയാണ്. അപ്പം എന്താണ് വിധയെന്ന് ചോദിച്ചാൽ കഹാനി നമുക്ക് സുഖമായിട്ട് പറയാൻ പറ്റും. ഇതിനകത്ത് രണ്ട് വിധങ്ങളാണ്. ഏതൊക്കെയാണ്? ഒന്ന് കവിതയുണ്ട്, ഒന്ന് ടിപ്പണി അല്ലേ? കവിതയെക്കുറിച്ചൊരു ടിപ്പണി അടുത്ത ആൾ തയ്യാറാക്കിയിരിക്കുന്നു. കവിത എഴുതിയിരിക്കുന്ന ആരാണ്? വിനോദ് കുമാർ ശുക്ല. അതുപോലെ ടിപ്പണി എഴുതിയിരിക്കുന്ന ടിപ്പണിക്കാർ ആരാണ്? നരേഷ് സക്സേന. अब चैप्टर इതാണ് हताशा से एक व्यक्ति बैठ गया था विनोद कुमार शुक्ल की कविता पर नरेश सक्सेना की टिप्पणी. അതായത് ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന് പറയുന്ന വിനോദ് കുമാർ ശുക്ലിൻ്റെ കവിതയെക്കുറിച്ച് നരേഷ് സക്സേനയുടെ ഒരു ടിപ്പണിയാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ടിപ്പണിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ കവിത വായിച്ചു നോക്കാം. എന്നാലാണ് നമുക്ക് ടിപ്പണി എന്താണെന്ന് മനസ്സിലാക്കിയുള്ളൂ. अब ശ്രദ്ധിക്കൂ. हताशा से एक व्यक्ति बैठ गया था. हताशा से एक व्यक्ति बैठ गया था. व्यक्ति को मैं नहीं जानता था. हताशा को जानता था, इसलिए मैं उन व्यक्ति के पास गया. मैंने हाथ बढ़ाया. मेरा हाथ पकड़कर वो खड़ा हुआ. मुझे वो नहीं जानता था, मेरे हाथ बढ़ाने को जानता था. हम दोनों साथ चले. दोनों एक दूसरे को नहीं जानते थे, साथ चलने को जानते थे. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഹതാശ സേ ഏക് വ്യക്തി ബാഠ് ഗയാ ഥാ. നിരാശ കൊണ്ട് ഒരു വ്യക്തി ഇരിക്കുകയായിരുന്നു. കവി പറയുകയാണ്, നിരാശ കൊണ്ട് ഒരു വ്യക്തി അവിടെ ഇരിക്കുകയായിരുന്നു. വ്യക്തിക്കോ മാൻ നഹി ജാൻതാ ഥാ. ആ വ്യക്തിയെ എനിക്ക് അറിയുകയില്ലായിരുന്നു. ഹതാശ കോ ജാൻതാ ഥാ. പക്ഷെ എനിക്ക് നിരാശ അറിയുമായിരുന്നു. നിരാശ എന്തെന്ന് അറിയുമായിരുന്നു. ഇസ്ലിയേ മൈ ഉൻ വ്യക്തി കെ പാസ് ഗയാ. അതുകൊണ്ട് തന്നെ ഞാൻ ആ വ്യക്തിയുടെ അടുത്തേക്ക് പോയി. മാനെ ഹാത്ത് ബഡായ. ഞാൻ എൻ്റെ കൈകൾ നീട്ടി. അയാൾക്ക് നേരെ എൻ്റെ കൈകൾ നീട്ടി. മേരാ ഹാത്ത് പകഡ്കർ വോ ഖടാ ഹുവാ. എൻ്റെ കൈകൾ പിടിച്ച് അയാൾ എഴുന്നേറ്റ് നിന്നു. മുझे വോ നഹി ജാൻതാ ഥാ. എനിക്ക് അയാളെ അറിയുകയില്ലായിരുന്നു. മേരെ ഹാത്ത് ബഡാനെ കോ ജാൻതാ ഥാ. പക്ഷേ എനിക്ക് എൻ്റെ കൈകൾ നീട്ടുവാൻ അറിയുമായിരുന്നു. ഹം ദോനോ സാത്ത് ചലേ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നടന്നു. ഹാത്ത് ബഡാന എന്ന് വെച്ചാൽ കൈകൾ നീട്ടുക അല്ലെങ്കിൽ സഹായിക്കുക. അതിനെയൊക്കെ നമ്മൾ കൈകൾ നീട്ടുക അല്ലെങ്കിൽ സഹായിക്കുക. ഹാത്ത് ബഡാന എന്ന് വെച്ചാൽ ഒരാൾക്ക് കൈ കൊടുക്കുക എന്ന് വെച്ചാൽ അയാളെ സഹായിക്കുക. ദോനോ സാത്ത് ചലേ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നടന്നു. ദോനോ ഏക് ദൂസരെ കോ നഹി ജാൻതേ ഥേ. രണ്ടുപേരും പരസ്പരം രണ്ടുപേർക്കും അറിയുകയില്ലായിരുന്നു. സാധ് ചലനെ കോ ജാൻതേ ഥേ. പക്ഷേ ഒരുമിച്ച് നടക്കുവാൻ അറിയുമായിരുന്നു. എന്താണ് കവിതയിൽ നിന്ന് നമുക്ക് മനസ്സിലായത്? അതായത് ഒരു വ്യക്തി, നിരാശനായ ഒരു വ്യക്തി അവിടെ ഇരിക്കുകയായിരുന്നു. ആ വ്യക്തി കവിക്ക് തീർത്തും അറിയുകയില്ല. അതായത് ഇയാളുടെ പേരോ സ്ഥലമോ ഒന്നും അറിയില്ല. അതുപോലെ തന്നെ ആ ഇരിക്കുന്ന വ്യക്തിക്കും കവിയെ അറിയില്ല. പക്ഷേ കവി അയാൾക്ക് എന്തോ ഒരു നിരാശയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നിരാശയെ കവിക്ക് അറിയാമായിരുന്നു കൊണ്ട്, അതായത് അയാളുടെ നിരാശ എന്തെന്നറിയണമെന്നില്ല, എന്നാലും അയാൾ എന്തോ നിരാശ കൊണ്ടിരിക്കുകയാണ്. ആ നിരാശ എന്തെന്ന് കവിയും അനുഭവിച്ചിട്ടുണ്ട്. നമ്മളൊക്കെയും നിരാശകളൊക്കെ നമുക്കും ഉണ്ടായിട്ടുണ്ടാവാം അല്ലേ? അപ്പോൾ നിരാശ അറിയാവുന്നത് കൊണ്ട് ഈ കവി എന്ത് ചെയ്തു? അയാളുടെ അടുത്തേക്ക് ചെന്നു. അയാളുടെ നേരെ കൈകൾ നീട്ടി അയാളുടെ കൈ പിടിച്ച് അയാളും ഒപ്പം നടന്നു നീങ്ങി. പക്ഷേ ഈ കവിക്ക് വീണ്ടും പറയുന്നുണ്ട്, ഇയാൾക്കും ഈ കവിയെ അറിയുകയില്ല. ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയുകയില്ല. പക്ഷെ ഒരുമിച്ച് നടക്കുവാൻ അറിയാമായിരുന്നു, കൈ പിടിച്ച് അല്ലേ? ഹാത്ത് പകെടുക്കാതോ കൈ പിടിച്ച് എഴുന്നേറ്റ് നിന്ന് അവർ ഒപ്പം നടന്നു നീങ്ങി. അപ്പം ഇത് പറയുന്നത്, ഈ കവിതയിലൂടെ പറയുന്നത്, ഒരു വ്യക്തിക്ക് നമ്മൾ സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ അറിയണമെന്നില്ല. അതായത് അയാളുടെ പേരോ സ്ഥലമോ ജാതിയോ അയാളുടെ പദവിയോ ഒന്നും അറിയണമെന്നില്ല. പക്ഷെ അയാൾ എന്തെങ്കിലും വിഷമത്തിലാണെങ്കിൽ, എന്തെങ്കിലും ഒരു വിഷമഘട്ടത്തിലാണെങ്കിൽ അവരെ നമുക്ക് സഹായിക്കണമെങ്കിൽ അയാളുടെ പേരോ ഒന്നും നമുക്ക് അറിയണമെന്നില്ല. അവർക്ക് പോയിട്ട് നമ്മൾ സഹായം ചെയ്യുക, അത്രമാത്രം
നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാനാണ് ഈ കവിതയിലൂടെ ഈ കവി നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് നരേഷ് സക്സേനയുടെ ആ ടിപ്പണി എന്താണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ്, ഇത് തന്നെയാണോ പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കണ്ടേ. എങ്ങനെ ഈ ടിപ്പണി തന്നിരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ഒരു കവിതയ്ക്ക് അല്ലെങ്കിൽ ഒരു കഹാനിക്കൊക്കെ നമ്മളെ എങ്ങനെ ഒരു ടിപ്പണി തയ്യാറാക്കാം, ഒരു ആസ്വാദനം തയ്യാറാക്കാം എന്ന് കൂടി നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ടിപ്പണി നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക. विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनघटता के लिए विख्यात है. അതായത് വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്ന ഈ കവിയെക്കുറിച്ച് സക്സേന പറഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ നരേഷ് സക്സേന പറഞ്ഞിരിക്കുകയാണ്. വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്നത് ആള് തൻ്റെ മൗലികത, ഒറിജിനാലിറ്റി അല്ലെങ്കിൽ തനിമ, ആ തനിമയുടെ ഒപ്പം തന്നെ കെ സാഥി ഭാഷയ്ക്ക് അൻഘട്ടത എന്ന് വെച്ചാൽ ക്രമമില്ലായ്മ, ഓർഡർലെസ്, അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ ആ ഓർഡർലെസ്സും അതിനും കൂടി വിഖ്യാത ഹേ, പ്രഖ്യാതനാണ്, അതായത് പ്രസിദ്ധനാണ്. അതായത് എന്തിനൊക്കെ പ്രസിദ്ധനാണ്. ഇപ്പം വിനോദ് കുമാർ ശുക്ലയെ കുറിച്ച് ആദ്യമായിട്ട് പൊതുവെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു അഭിപ്രായം ആദ്യം തന്നെ നരേഷ് ജി പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ രീതിയെക്കുറിച്ച്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിനകത്ത് എഴുതുന്ന എന്ത് കാര്യമാണെങ്കിലും കവിതയുടെ പ്രത്യേകതകളാണ്. മൗലികതയുണ്ട്, അതായത് ഒറിജിനാലിറ്റി ഉണ്ട്, അതിനൊപ്പം തന്നെ ഭാഷയുടെ ഒരു ഓർഡർലെസ് ആയിട്ടുള്ള ഭാഷ, ഒരു ക്രമമില്ലാത്ത ഒരു ഭാഷ, ഒരു ചിട്ടയില്ലാത്ത ഒരു ഭാഷ, അതിനും കൂടി അദ്ദേഹം പ്രസിദ്ധനാണ് എന്ന് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നു. കിന്തു പക്ഷേ ഈ കവിതയിൽ മൗലിക് ഹോനേക്കെ സാഥി, അതായത് ഒറിജിനാലിറ്റിയുടെ ഒപ്പം തന്നെ കാവ്യശില്പയ്ക്ക് സിദ്ധ കവിക്ക് തരഭി ദിഖായി ദേത്തെ ഹേ, കാവ്യശില്പത്തിന് പേര് കേട്ട ഒരു കവിയായിട്ട് നമുക്ക് കാണപ്പെടുന്നു. അതായത് കാവ്യശില്പം എന്ന് വെച്ചാൽ കാവ്യഭംഗി, ആ കവിതയുടെ ഭംഗി, അത് നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു രീതി, അതിനും കൂടി വളരെയധികം അറിയപ്പെടുന്ന, ആ കഴിവും കൂടിയുള്ള അതായത് കാവ്യഭംഗിയിലും കൂടി എഴുതാൻ കഴിയുന്ന ഒരു കവി എന്നുകൂടി നമുക്കിതിനകത്ത് അദ്ദേഹത്തെ കാണാൻ കഴിയും, ഈ കവിതയിലൂടെ നമുക്ക് കാണാൻ കഴിയും എന്നാണ് നരേഷ് ജി പറയുന്നത്. അപ്പോൾ നോക്കുക, അപ്പോൾ ആദ്യം തന്നെ ഇയാളുടെ കവിതകളുടെ ഒരു പൊതുവായിട്ടൊരു അഭിപ്രായം പറഞ്ഞു. പിന്നെ ഈ കവിതയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. കവിതയുടെ പ്രത്യേകത എങ്ങനെയാണ്, എഴുതുന്നതിൻ്റെ ആ ഒരു രീതിയെക്കുറിച്ചാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീടാണ് നമ്മൾ ഈ കവിതയുടെ അർത്ഥത്തിലേക്ക് ഇദ്ദേഹം കടന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു ടിപ്പണി എഴുതേണ്ടത് കേട്ടോ. കവിതയ്ക്ക് അർത്ഥ ഇത്തനെ സഹജ സാഫേക്ക് ഉനേം വ്യാഖ്യയ്ക്ക് ദർക്കാർ നഹി ഹേ. കവിതയുടെ അർത്ഥം എന്ന് പറയുന്നത് ഇത്രമാത്രം സഹജമാണ്, അതായത് സ്വാഭാവികവും അതുപോലെ സാഫെ വ്യക്തതയുള്ളതുമാണ്, അതായത് ക്ലിയർ ആണ്, അത്രമാത്രം ക്ലിയറുമാണ്. ഉനെ വ്യാഖ്യയ്ക്ക് ദർക്കാർ നഹി ഹേ, കാരണം ഈ കവിതയ്ക്ക് ഒരു ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു വിവരണം വിവരണത്തിൻ്റെ ആവശ്യകതയില്ല. ദർക്കാർ ആവശ്യകതയ്ക്ക് ദർക്കാറിന് വേറൊരു വാക്കും കൂടിയുണ്ട്, ജരൂരത്ത്. അത് നമുക്ക് മുമ്പിലേക്ക് പോകുമ്പം എവിടെയെങ്കിലൊക്കെ ഉണ്ടാവാം, നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും ജരൂരത്ത് എന്ന വാക്ക് അല്ലേ. ദർക്കാർ, ജരൂരത്ത്, ആവശ്യകത, അതിൻ്റെ ഒരു ആവശ്യം കൂടി ഇല്ല. അതായത് ഈ കവിതയെക്കുറിച്ച് നമുക്ക് വർണ്ണിക്കേണ്ടതിൻ്റെ, അതിൻ്റെ ഒരു വ്യാഖ്യാനം നൽകേണ്ടതിൻ്റെ ആവശ്യമില്ല, ഡിസ്ക്രിപ്ഷൻ്റെ ആവശ്യമില്ല. കാരണം കവിത ഇത്രമാത്രം സ്വാഭാവികവും അതുപോലെ തന്നെ ക്ലിയറുമാണ്. കാരണം നമുക്ക് അപ്പം തന്നെ അതിൻ്റെ അർത്ഥം വ്യക്തമാകും, അതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ പിടികിട്ടും. അങ്ങനെയുള്ള ഒരു കവിതയാണ് എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. सरल शब्दों वाले वाक्य സ്വയം ഹേ അപ്ന മർമ്മ കേ ദേത്തെ ഹേ. അതായത് സരളമായ വാക്കുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വാക്യങ്ങൾ, ആ വരികൾ, അത് സ്വയം ഹേ സ്വന്തമായിട്ട് തന്നെ അപ്ന മർമ്മ കേ ദേത്തെ ഹേ, തൻ്റെ മർമ്മ, അതിൻ്റെ എയിം, അതിൻ്റെ എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത് അത് എന്താണ് ആ കവിത ഉൾക്കൊള്ളുന്നത്, കവിതയുടെ മീനിങ് എന്താണ് എന്ന് നമ്മളോട് പറയുന്നു. കാരണം അത്രമാത്രം സരളമായ ശബ്ദങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വരികളാണ് ഈ കവിതയുടെ ഓരോ വരികളും. അവ നമ്മളോട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മളോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വ്യക്തിക്കോ मैं नहीं जानता था, हताशा को जानता था. വ്യക്തിയെ എനിക്ക് അറിയുകയില്ല, പക്ഷേ അയാളുടെ നിരാശ അറിയാം. कहते ही പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിനോദ് കുമാർ
ജാന്ന എന്നതിൻ്റെ ഹമാരി ഉസ് ജാനി പഹചാനി റൂട്ടി കോ തോട് ദേത്തെ ഹേ. നമ്മൾ ജാന്ന എന്നതിൻ്റെ അറിയുക എന്നതിൻ്റെ ഹമാരി നമ്മളുടെ എന്നതിൻ്റെ ഉസ് ജാനി പഹചാനി ചിരപരിചിതമായ ജാനി പഹചാനി ചിരപരിചിതമായ നമ്മൾ പണ്ട് മുതലേ അറിഞ്ഞു വന്നിരുന്ന ചിരപരിചിതമായ രൂഢി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതി, ആ ഒരു പാരമ്പര്യം, ആ ഒരു രീതിയെ തോട് ദേത്തെ ഹേ അതിനെ തോട് ദേത്തെ ഹേ നശിപ്പിക്കുന്നു, അതിനെ തകർത്തെറിയുന്നു, അല്ലെങ്കിൽ അതിനെ പൊട്ടിച്ചിരിക്കുന്നു. ആ രീതിയെ, ആ ഒരു പാരമ്പര്യത്തെ, നമ്മൾ ചിരപരിചിതമായ ആ ഒരു പാരമ്പര്യത്തെ പൊട്ടിച്ചെറിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ജാന്നെ എന്നതിൻ്റെ എങ്ങനെയാണെന്ന് പറയുന്നു. എന്താണ് ആ ചിരപരിചിതമായിരുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ ആ അർത്ഥം എന്താണ് ജാന്ന അറിയുക എന്നതിൻ്റെ എന്നാണ് അടുത്ത വരികളിൽ പറയുന്നത്. ജോ വ്യക്തിക്ക് നാം പദേ ഉസ് ഉമ്ര ഓഹദേ യാ ജാതി സെ ജാന്നെ കോ ജോഡ്തി ഹേ. അതായത് ഒരു വ്യക്തിയെ അറിയാമെന്നത് എങ്ങനെയാണ്? വ്യക്തിക്ക് നാം അദ്ദേഹത്തിൻ്റെ പേര്, പദേ അഡ്രസ്സ്, ഉമ്ര ഏജ് വയസ്സ്, ഓഹദേ സ്ഥാനം അതായത് പദവി അല്ലെങ്കിൽ സ്റ്റേറ്റസ് എന്ന് പറയാം, യാ ജാതി അല്ലെങ്കിൽ ജാതി സേ ജാന്നെ കോ ജോഡ്തി ഹേ അതിനെയൊക്കെയാണ് നമ്മൾ അറിയാം എന്നതിനോട് ബന്ധിപ്പിച്ചിരുന്നത് പണ്ട് മുതലേ. ഒരാളെ അറിയാം എന്നുള്ളത് അയാളുടെ പേരോ അല്ലെങ്കിൽ അഡ്രസ്സോ അയാളുടെ ഏജോ അല്ലെങ്കിൽ ഓഹദ എന്തായിരുന്നു? സ്ഥാനം, പദവി അല്ലേ, സ്റ്റേറ്റസ്, അല്ലെങ്കിൽ അയാളുടെ ജാതി, ഇതിനോടൊക്കെ നമ്മൾ ചേർത്ത് വായിച്ചിരുന്നു. ഇതിനോടൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് ഒരാളെ നമ്മൾ അറിയാം എന്ന് പറഞ്ഞിരുന്നത്. ആ പരമ്പരമായ അറിയപ്പെട്ടിരുന്ന ജാനി പഹ്ചാനി രൂഢിയെ, അതായത് ആ ഒരു പാരമ്പര്യത്തെ, അതിനെ ഇവിടെ കവി പൂർണ്ണമായിട്ടും തോട് തേത്തേഹേത്തിന് പൊട്ടിച്ചെറിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ പറഞ്ഞ്? വ്യക്തിക്കോ മേ നഹി ജാൻതാ ഥാ ഹതാശാക്കോ ജാൻതാ ഥാ എന്ന് പറഞ്ഞ്, വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു പക്ഷേ നിരാശയെ അറിയാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അടുത്ത ഇതിലേക്ക് കടക്കാം. മനസ്സിലായില്ലേത്? यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. അതായത് യദി ഒരു പക്ഷേ, ഹം കിസി വ്യക്തിക്കോ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ, ഉസ്കി ഹതാശ അയാളുടെ നിരാശയോ, അല്ലെങ്കിൽ ഹതാശ നിരാശയുടെ ഒരു മീനിങ്ങുകൾ തന്നെയാണ്. അദ്ദേഹത്തിന് ആശയറ്റ അവസ്ഥ, ഹോപ്പ്ലെസ്നെസ് എന്നൊക്കെ പറയാം. അതായത് ആ ഒരു ഹോപ്പില്ലാത്ത ഒരു അവസ്ഥ, അതിനെയാണ് പറയുന്നത് ഹതാശ, നിരാശ. അല്ലെങ്കിൽ അസഹായത, നിസ്സഹായ അവസ്ഥ, അതാണ് അസഹായത. യാ ഉസ്കെ സങ്കട അല്ലെങ്കിൽ അയാളുടെ സങ്കടം എന്ന് വെച്ചാൽ ആ ഒരു വിഷമാവസ്ഥ, ക്രൈസിസ്, വിഷമാവസ്ഥ. സേ നഹി ജാൻതേ തോ അതിനെയൊന്നും നമ്മൾ അറിയുകയില്ലെങ്കിൽ, ഹം കുച്ച് നഹി ജാൻതേ നമ്മളൊന്നും അറിയുന്നില്ല. അതായത് ഒരു വ്യക്തിയുടെ ഹതാശ, അയാളുടെ നിരാശയോ അയാളുടെ അസഹായ അവസ്ഥയോ അല്ലെങ്കിൽ അയാളുടെ ബുദ്ധിമുട്ടോ നമ്മൾ അറിയുന്നില്ലെങ്കിൽ നമ്മൾ ആ ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും അറിയുന്നില്ല. सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते? അപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ്, സടക് പർ റോഡിൽ ഘായൽ പടേ, ഘായൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുറിവേറ്റത്, ഘായൽ ഇൻജുവേർഡ്, മുറിവേറ്റ. ഘായൽ പടേ അപരിചിത വ്യക്തി, അതായത് മുറിവേറ്റ് കിടക്കുന്ന ഒരു അപരിചിതനായ വ്യക്തി, അൺനോൺ ആയിട്ടുള്ള ഒരാള്, അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ട് ദേഖക ക്യാ ഹം കഹ സക്തേ ഹേ കി ഉസേ ഹം നഹി ജാൻതേ നമുക്ക് എന്താ പറയാൻ കഴിയുമോ? ക്യാ ഹം കഹ സക്തേ ഹേ അതായത് നമുക്ക് പറയാൻ കഴിയുമോ? കി ഉസേ ഹം നഹി ജാൻതേ അയാളെ നമുക്ക് അറിയുകയില്ല എന്ന് പറയാൻ പറ്റുമോ എന്നാണ് കവി ചോദിക്കുന്നത്. അതായത് അറിയാത്ത ഒരു വ്യക്തിയെ കൂടി നമ്മൾ സഹായിക്കണം. കാരണം അയാളുടെ പേരോ ഒന്നും പറഞ്ഞിട്ടില്ല, അയാളെ സഹായിക്കേണ്ട, അയാളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി നമ്മൾ അവരെ സഹായിക്കണം എന്നാണ് കവി പറയുന്നത്. വാസ്തവമേ ഹം ജാൻതേ ഹേ കി യഥാർത്ഥത്തിൽ നമുക്കറിയാം എന്താണ്? ഈ വ്യക്തി, അതായത് ഈ റോഡിൽ മുറിവേറ്റ് കിടക്കുന്ന ആ വ്യക്തി മുസീബത്ത് മേ ഹേ അതായത് ബുദ്ധിമുട്ടിലാണ്. और इसे हमारी मदद की ज़रूरत है അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ഒരു മദത്, ഹെൽപ്പ്, ഒരു സഹായം, ആ സഹായത്തിൻ്റെ ആവശ്യകത അയാൾക്കുണ്ട്.
അപ്പോൾ അതിനകത്ത് പറയുന്നതാണ്, അയാൾക്ക് നമ്മുടെ സഹായത്തിൻ്റെ ആവശ്യകത ഉണ്ട്. ഇസേ ഹമാരി മദത് കി ജറൂറത്തെ, അയാൾക്ക് നമ്മുടെ സഹായത്തിൻ്റെ ആവശ്യകത ഉണ്ട്. ये कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. ഈ കവിത മനുഷ്യനെ മനുഷ്യനായിട്ട് ജാന്ന അറിയുക, മനുഷ്യനായിട്ട് അറിയുന്നതിനെ കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. യാദ് ദിലാത്തി ഹേ, ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ അതായത് പറയുന്നത്, ഇപ്പം നമുക്ക് കുറേയധികം ഇവിടേക്ക് കുറേയധികം ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. വെള്ളപ്പൊക്കമാണെങ്കിലും സുനാമിയാണെങ്കിലും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ആ ഉണ്ടാകുന്ന സമയത്തൊക്കെ ആൾക്കാർ സഹായിക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട്, അയാളുടെ പേരറിയില്ല, അയാളുടെ സ്ഥലം അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആളെ സഹായിക്കാതിരിക്കുമോ? ഇല്ല. എല്ലാവരും എന്താ, മനുഷ്യരെന്ന് കരുതിയിട്ട് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് അവരെ സഹായിക്കുന്നു. അങ്ങനെ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കണമെന്നാണ് ഈ കവിതയിലൂടെ പറയുന്നത്. कविता लगातार नहीं जानते और न जानने का कविता लगातार नहीं जानने और जानने का बयान करती जाती है. കവിത എന്ന് പറയുന്നത് ലഗാതാർ എന്ന് വെച്ചാൽ മിക്കവാറും തന്നെ, മിക്കവാറും, നഹി ജാന്നെ അറിയുകയില്ല, ഓർ ജാന്നെ അറിയാം എന്നതിൻ്റെ ക ബയാൻ കർത്തി ജാത്തി ഹെ. ബയാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വിവരണം, വ്യാഖ്യ. ബയാൻ വ്യാഖ്യ അല്ലേ. വ്യാഖ്യ എന്നത് നമ്മൾ മുമ്പ് ഒരെണ്ണം കണ്ടു. വ്യാഖ്യാക്കി ഇതായിരുന്നു ദർക്കാർ നഹി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അല്ലേ. വ്യാഖ്യാകർണയ്ക്ക് ദർക്കാർ നഹി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇത് കണ്ടിരുന്നു. വ്യാഖ്യാക്കി ദർക്കാർ നഹി. ഓക്കെ. അപ്പോൾ ആ ദർക്കാർ എന്നുള്ളതിൻ്റെ വേറൊരു വാക്ക് നമുക്ക് കണ്ടിപ്പുറത്ത് ജറൂരത്ത്. അതുപോലെ തന്നെ വ്യാഖ്യയ്ക്ക് ബയാൻ എന്നും നമുക്ക് പറയാം. ഓക്കെ. രണ്ട് വാക്കുകൾ ഇപ്പോൾ കിട്ടിയില്ലേ നമുക്ക്? രണ്ടെണ്ണത്തിൻ്റെ സമാനാർത്ഥി കിട്ടിയോ? സമാനാർത്ഥി ശബ്ദ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ കഴിയണം, ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ. അപ്പോൾ കവിതയിലുടനീളം തന്നെ, കവിതയിൽ മിക്കവാറും തന്നെ അറിയുകയില്ല, അറിയാമെന്ന വാക്കിൻ്റെ ആ വിവരണം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അത് വിവരണം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. ശില്പക്ക് ഈസ് ബാരീക്ക് കാരിക്കാരിക്കോ ദേക്കേ, അതായത് ശില്പത്തിൻ്റെ, അതായത് ഈ ശില്പത്തിൻ്റെ, ശില്പം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കവിതയാണ്. ആ കവിതയുടെ അതിൻ്റെ ഈസ് ബാരീക്ക്, ബാരീക്ക് എന്ന് വെച്ചാൽ സൂക്ഷ്മമായിട്ടുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള, കാരിഗരി ആ ഒരു രചനാ രീതി, എഴുതിയിരിക്കുന്ന ആ ഒരു രീതി, രചനാ ശൈലി, അതിനെയാണ് കാരിഗരി, ശില്പവിദ്യ എന്ന് പറയാം. കാരിഗരി. അപ്പം ആ ഒരു ശില്പമാണ് നിർമ്മിക്കുന്നതെങ്കിൽ ആ ശില്പവിദ്യ, അല്ലെങ്കിൽ ഇവിടെ കവിതയാണ്, കവിതയുടെ ആ എഴുത്തിൻ്റെ ആ ഒരു രീതി, ആ സൂക്ഷ്മമായ കവിത എഴുതിയിരിക്കുന്ന ആ രീതിയെ നോക്കൂ. वो मुझे नहीं जानता था, हाथ बढ़ाने को जानता था. അതായത് അയാളെ എനിക്ക് അറിയുകയില്ലായിരുന്നു, പക്ഷേ കൈകൾ അയാളുടെ നേരെ നീട്ടുവാൻ എനിക്ക് അറിയാമായിരുന്നു. हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. ഞങ്ങൾ പരസ്പരം ഞങ്ങൾക്ക് അറിയുകയില്ലായിരുന്നു, പക്ഷേ ഒരുമിച്ച് നടക്കുവാൻ അറിയുമായിരുന്നു. ये नहीं जानना और जानना कविता में किसी लोकगीत के स्थाई की तरह बार बार लौटता है. ഇത് ഈ യഹി നഹി ജാന്ന അറിയുകയില്ല, ഓർ ജാന്ന അറിയാം എന്ന കവിതാമേ കിസി ലോകഗീത് കെ സ്ഥായി കി തര, ഏതെങ്കിലും ഒരു ലോകഗീത് എന്ന് വെച്ചാൽ ഫോക്ക് സോങ്, അതായത് നാടോടിപ്പാട്ട്, നാടൻ പാട്ടുകളില്ലേ, നാടൻ പാട്ടിനെയാണ് നമ്മൾ ഫോക്ക് സോങ് അല്ലെങ്കിൽ ലോക്ഗീത് എന്ന് പറയുന്നത്. നാടൻ പാട്ടിലെ സ്ഥായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായ്ത്താരി എന്ന് പറയും. അതായത് നമ്മളിപ്പം എന്താ തന്താനെ താനാനെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള, അതുപോലെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വായ്ത്താരികളില്ലേ നാടൻപാട്ടിനകത്ത്. കാരണം ഒരു വരികൾ പാടും, അതിനുശേഷം വീണ്ടും ഇതുപോലെ എന്തെങ്കിലും ഒരു സെൻറ്റൻസ്, ഒരു പ്രത്യേക അർത്ഥമില്ലാത്ത ഒരു സെൻറ്റൻസ് ഇങ്ങനെ വീണ്ടും വീണ്ടും പാടിക്കൊണ്ടിരിക്കും അല്ലേ. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്താനെ താനാനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എങ്ങനെയൊക്കെയുള്ള അതുപോലെയുള്ള വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും ഈ നാടൻ പാട്ടുകളിൽ. അതുപോലെ ആ നാടൻ പാട്ടിലെ ആ വായ്ത്താരികളെ പോലെ, വായ്ത്താരിക്കാണ് സ്ഥായി എന്ന് പറയുന്നത്, ആ വായ്ത്താരികളെ പോലെ തന്നെ ബാർ ബാർ ലൗട്ട്താ ഹെ, വീണ്ടും വീണ്ടും ഈ ജാന്ന നഹി ജാന്ന എന്നുള്ള വാക്കുകൾ വീണ്ടും വീണ്ടും ഇതിനകത്തേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു ഈ കവിതയിലേക്ക്. ഗദ്യമേ ലിഖി ഹുയി, അതായത് ഗദ്യരൂപത്തിൽ എഴുതിയിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, അതായത് ഈ കവിത
സാധാരണ കവിത എഴുതുന്ന ആ ഒരു രീതിയിൽ നിന്ന് പ്രത്യേകിച്ച് മാറിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആ രീതിയിലല്ല. അങ്ങനെയാണ്. ഹതാശാസ ഏക വ്യക്തി ബൈഠ ഗയാ ഥാ. നിരാശ കൊണ്ടൊരു വ്യക്തി അവിടെ ഇരിക്കുകയായിരുന്നു. വ്യക്തി കൊ മൈ നഹീ ജാൻതാ ഥാ. ആ വ്യക്തി എനിക്ക് അറിയുകയില്ലായിരുന്നു എന്ന് സാധാരണ രീതിയിൽ നമ്മൾ സംസാരിക്കുന്ന ഒരു രീതിയിൽ, ഒരു പ്രോസിൻ്റെ ഒരു രീതിയിൽ, എന്തെങ്കിലും ഒരു ഗദ്യമൊക്കെ എഴുതുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമ്മളിപ്പോൾ ഈ ടിപ്പണിയൊക്കെ എഴുതിയിരിക്കുന്നതിൻ്റെ ആ ഒരു രീതിയിലാണ് ആ കവിത തന്നെ വന്നിരിക്കുന്നത്. ആ രീതിയിലുള്ള കവിതകളെയാണ് നമ്മളിത് പറയുന്നത് ഗദ്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ രീതിയിൽ എഴുതുന്നതിനാണ് ഗദ്യം. അപ്പോൾ ആ ഗദ്യ രൂപത്തിൽ എഴുതിയിരിക്കുന്ന കിസി കവിതാമേ, ഏതെങ്കിലും ഒരു കവിതയിൽ ലിറിക്കൽ യാ ഗീതാത്മകത കാ ബോധ. ലിറിക്കൽ എന്ന് പറഞ്ഞാലും ഗീതാത്മകത എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് തന്നെയാണ്. അതായത് ഗീതാത്മകത കാ ബോധ, അതായത് ആ ഒരു താളബോധം, ആ പാട്ട് പാടുന്നതിൻ്റെ ഗാനത്തിൻ്റെ ആ ഒരു താളം, അതിൻ്റെ ആ ഒരു രീതിയിലുള്ള ആ പാട്ട് പാടുന്ന പോലെയുള്ള അതിൻ്റെ ആ ഒരു ബോധം, ആ താളബോധം ഈസ് ഗോപി കെ സാഥ്, ഇത്രമാത്രം നല്ല രീതിയിൽ ഹിന്ദിക്ക് കിസ് കവിതാമേ ആയാ ഹേ, ഹിന്ദിയിലെ ഏതെങ്കിലും ഒരു കവിതയിൽ വന്നിട്ടുണ്ടോ? യാദ് നഹി ആരഹ, അതായത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അതായത് ഗദ്യരൂപത്തിൽ എഴുതിയിരിക്കുന്ന ഏതെങ്കിലും ഒരു കവിതയിൽ ഈ കവിതയിലെ പോലെ ഇതേപോലെ തന്നെ ലിറിക്കൽ അല്ലെങ്കിൽ ഗീതാത്മകതയുടെ ആ ഒരു ബോധം, ആ ലിറിക്കൽ ആ എഴുതുന്നതിൻ്റെ ആ ഒരു താളബോധം ഇത്രമാത്രം ശക്തമായിട്ട് ഹിന്ദിയിലെ ഏതെങ്കിലും ഒരു കവിതയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? അതായത് ഈ ലിറിക്കൽ അല്ലെങ്കിൽ ഈ ഒരു താളാത്മകതയോടെ എഴുതിയിരിക്കുന്ന ഗദ്യകാവ്യങ്ങളിൽ, ഗദ്യ രീതിയിലുള്ള എഴുതിപ്പെട്ടിരിക്കുന്ന കവിതകളിൽ ഇത്രമാത്രം ശക്തമായിട്ട് ഗീതാത്മകതയുള്ള വേറൊരു കവിത കാണാനില്ല. അതായത് അത്ര നല്ല രീതിയിൽ നല്ല ഒരു താളബോധത്തോടു കൂടിയാണ് ഈ ഒരു ഗദ്യ രൂപത്തിലുള്ള ഈ കവിത ഇദ്ദേഹം രചിച്ചിരിക്കുന്നത് എന്നാണ് നരേഷ് ജി ഇവിടെ നമ്മളോട് പറയുന്നത് അല്ലേ. അങ്ങനെ വേറെ ഒരു കവിത ഇതുപോലത്തെ കാണാനില്ല, ഇതിനോട് ചേർത്ത് വെക്കാൻ വേറൊരു കവിത ഇല്ല എന്നാണ് പറയുന്നത്. അത്രമാത്രം മനോഹരമായ ഒരു കവിതയാണ് ഇതെന്നാണ് പറയുന്നത്. ജैसे किसी ഗസൽ മേ ആഖരി ഷേർ കെ ആഖരി ശബ്ദ്, അതായത് എങ്ങനെയാണോ ഒരു ഗസലിൻ്റെ അവസാനത്തെ ലൈനിൽ, ആഖരി അവസാനം, ഗസൽ എന്ന് വെച്ചാൽ എന്താണ്, ഹിന്ദുസ്ഥാനി അല്ലെങ്കിൽ ഈ ലളിതഗാനം എന്നൊക്കെ പറഞ്ഞിട്ട് പല വിഭാഗങ്ങളിൽപ്പെട്ട പാട്ടുകളുണ്ട് അല്ലേ. പാട്ടിൻ്റെ പല സംഗീതത്തിൻ്റെ മ്യൂസിക്കിൻ്റെ ഒരു തരം മ്യൂസിക്കാണിത്. അപ്പോൾ പല രീതിയിലുള്ള സംഗീതങ്ങളുണ്ട്. അപ്പോൾ ഹിന്ദുസ്ഥാനി ഉണ്ട്, മറ്റേ നമ്മുടെ സാധാരണ നാടൻ പാട്ടല്ല ഈ ലളിതഗാനങ്ങൾ. അപ്പോൾ അതുപോലെയുള്ള ഒരു ഗാനമാണ് ഗസൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗസലിനകത്ത് ആ ഗസലിൻ്റെ അവസാനത്തെ അവസാനത്തെ ഷേർ എന്ന് വെച്ചാൽ ലൈൻ, വരി, അവസാനത്തെ വരിയിലെ ആഖരി ശബ്ദ്, അവസാനത്തെ ശബ്ദം, അവസാനത്തെ വേഡ്, ആ വേഡിൻ്റെ അത് ശ്രോതാവോങ്കി ജുബാൻ പർ, ശ്രോത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേൾക്കുന്ന ആള്, ഈ പാട്ട് കേൾക്കുന്നവരുടെ ജുബാൻ പർ, ജുബാൻ എന്ന് വെച്ചാൽ നാക്ക്, ജുബാൻ നാക്ക്, നാക്കിൽ, ആപ്സേ ആപ് ആജാത്തെ ഹേ, സ്വയം ഇങ്ങനെ വരുന്നു. അവസാനത്തെ വരിയിലെ അവസാനത്തെ വാക്ക് എന്തിൻ്റെ, ഗസലിൻ്റെ, ഈ ശ്രോതാക്കളുടെ, കേൾക്കുന്ന ആളുകളുടെ ഒരു നാവിലേക്ക് അറിയാതെ വരുന്നു. നമ്മളേതെങ്കിലും ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർക്കാൻ ചില വരികളൊക്കെ നമുക്കിങ്ങനെ വരും അല്ലേ. പാട്ട് ഫുൾ അറിയില്ലായിരിക്കും, എന്നാലും ചില വാക്കുകൾ അല്ലെങ്കിൽ ചില വരികൾ നമ്മുടെ വായിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന, നാവിൻ്റെ തുമ്പത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അതുപോലെ ഗസലിൻ്റെ എങ്ങനെയാണോ ഇതുപോലെ വരുന്നത്, വേസേഹി അതുപോലെ ഇസ് കവിതയ്ക്ക് അന്തിം ശബ്ദ്, ഈ കവിതയുടെ അവസാനത്തെ വാക്ക്, യാനി അതായത്. അപ്പം ഇവിടെ തന്നെ നമുക്ക് അന്തിം, അതിന് ഒരു വേറെ വാക്ക് കിട്ടി, ആഖരി, അന്തിം, അവസാനത്തേത്. കണ്ടോ? അപ്പോൾ സമാനാർത്ഥ ശബ്ദം അടുത്തതായില്ലേ, ആഖരി, അന്തിം. അതും അണ്ടർലൈൻ ചെയ്തോളുക, നോട്ട് ചെയ്ത് വെച്ചോളുക, പഠിച്ചോളുക. ആഖരി, അന്തിം ശബ്ദ് യാനി സാത്ത് ചലന, അതായത് ഒരുമിച്ച് നടക്കുക, ഒരുമിച്ച് പോവുക. കെ ബാദ് അതിനുശേഷം, യദി കവിതാ പാഠ് രോക്ക് ദിയാ ജായേ തോ, അതിനുശേഷം ഈ കവിതാ വായന നിർത്തുകയാണെങ്കിൽ ഒരാൾ, അതായത് കവിതാ പാഠം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ കവിത ചൊല്ലുന്നതിനെയാണ് കവിത ചൊല്ലൽ. അപ്പോൾ ഒരാൾ കവിത ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഈ സാത്ത് ചലന എന്ന് പറയുന്നത് വെച്ചിട്ട് അയാൾ നിർത്തുകയാണെങ്കിൽ, സുന്നേ വാലെ കേൾക്കുന്നവര് ഖുദ് വാക്യ പൂരാ കർദേങ്കെ, സ്വയം ആ വാക്യം, ആ ലൈന് പൂരാ കർദേങ്കെ, ഫില്ല് ചെയ്യും, പൂരിപ്പിക്കും.
ഓർ കഹേങ്കെ അങ്ങനെ പൂരിപ്പിച്ചിട്ട് അവരത് പറയും. എന്താണ്? ജാൻതേ ധേ. അപ്പോൾ ഇതിൻ്റെ ബാക്കി എന്താണ്? സാത്ത് സാത്ത് ചലന ജാൻതേ ധേ. അപ്പോൾ ജാൻതേ ധേ എന്നുള്ള വാക്കും കൂടെ ചേർത്ത് അവരത് കേൾക്കുന്നവർ അത് പൂരിപ്പിക്കും. വായിക്കുന്ന ആൾ, കവിത ചൊല്ലുന്ന ആളത് നിർത്തുകയാണെങ്കിൽ അവസാനത്തെ ഈ വരി അയാൾ പൂരിപ്പിക്കും. എങ്ങനെയാണ്? ഗസലിൻ്റെ അവസാനത്തെ വരിയിലെ അവസാനത്തെ വാക്ക് ഈ കേൾക്കുന്ന ആളുടെ നാക്കിൽ എങ്ങനെയാണോ, കേൾക്കുന്ന ആൾക്കാരുടെ നാക്കിൽ അവസാനത്തെ വരിയിലെ അവസാനത്തെ വാക്ക് എങ്ങനെയാണോ സ്വന്തമായി ഇങ്ങ് വരുന്നത് പോലെ ഈ കവിതയുടെ അവസാനത്തെ വരികൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ നിർത്തുകയാണെങ്കിൽ, സാത്ത് സാത്ത് ചലന എന്ന് വെച്ച് നിർത്തുകയാണെങ്കിൽ ലാസ്റ്റായിട്ട് ഈ വാക്കായിരിക്കാമെന്ന് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും. അവരറിയാതെ അതിൻ്റെ കൂടെ ഒപ്പം പറഞ്ഞു പോകും ജാൻതേ ധേ. അറിയാമായിരുന്നു. അതായത് അത്രമാത്രം മനോഹരമാണ് ഈ കവിത എന്നാണ് അദ്ദേഹം പറയുന്നത്. बाकी നോക്കൂ. ये कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. ഇനി ഇതിനെ കൺക്ലൂഡ് ചെയ്യുകയാണ് കേട്ടോ. അതായത് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കവിതയുടെ അർത്ഥമൊക്കെ പറഞ്ഞു വന്നു. ഇനി ഇതിനെ അദ്ദേഹം എന്താണ് കൺക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അതായത് അതിനെ ഒന്ന് ചുരുക്കി ഇനി പറയുകയാണ് ചെയ്യുന്നത് എന്താണെന്നുള്ളത്. ഈ കവിത ജാന്ന ശബ്ദക്ക്, ജാന്ന എന്ന ആ ശബ്ദത്തിൻ്റെ ആ ഒരു വേർഡിൻ്റെ രൂഢീഗ്രസ്ത് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു പരമ്പരാഗതമായിട്ട് അറിഞ്ഞപ്പെട്ടു പോകുന്നില്ല ആ ഒരു ആചാരം, അതായത് പണ്ട് മുതലേ ആചരിച്ചു വന്നില്ല, പണ്ട് മുതലേ അവർ സ്വീകരിച്ചു പോന്നിരുന്ന ആ ഒരു അർത്ഥം, രൂഢീഗ്രസ്ത അർത്ഥ, ആ ഒരു അർത്ഥത്തിനെ പൂരി തരസെ പൂർണ്ണമായിട്ടും ബദൽ ദേത്തി ഹേ മാറ്റിയിരിക്കുന്നു. അതായത് ചേഞ്ച് ചെയ്തിരിക്കുന്നു. ബദൽന ചേഞ്ച് ചെയ്യുക, അതായത് മാറ്റുക. അപ്പം ആ ഒരു അർത്ഥത്തെ പണ്ട് മുതലേ നമ്മൾ വിചാരിച്ചു വെച്ചിരുന്ന ആ ഒരു അർത്ഥത്തെ പൂർണ്ണമായിട്ടും ഇവിടെ മാറ്റിയിരിക്കുന്നു. ഈ കവിതയിലെ ജാന്ന എന്ന ശബ്ദത്തിന്റെ അർത്ഥം മാറ്റിയിരിക്കുന്നു. इस कविता की पहली 2 पंक्तियों में ही कवि अपनी पूरी बात कह देता है. ഈ കവിതയിലെ ആദ്യത്തെ 2 വരികളിൽ കൂടെ തന്നെ കവി അപ്നി പൂരി ബാത്ത്, തൻ്റെ മുഴുവൻ കാര്യങ്ങളും, പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും കഹ്ദാത്താ ഹേ പറഞ്ഞിരിക്കുന്നു. ശേഷ് പങ്ക്തിയാം, അതായത് അവശേഷിക്കുന്ന ബാലൻസ് ആയിട്ടുള്ള ബാക്കി വരികൾ, പങ്ക്തി വരികള് ഉസി കെഹേഗേക്കോ, ആ പറഞ്ഞ കാര്യത്തിനെ, ഈ 2 വരികളിലൂടെ പറഞ്ഞ കാര്യത്തിനെ ഓർ സഖൻ ഓർ ഗഹര കർത്തി ഹേ. സഖൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ശക്തമാക്കുന്നു. സഖൻ ശക്തം. അതുപോലെ ഗഹര ആഴമുള്ളത്, ഗഹര ആഴമുള്ളത്. അതിനെ ഒന്നുകൂടി, ആ പറഞ്ഞ കാര്യത്തിനെ ഒന്നുകൂടി ശക്തമാക്കുകയും ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയും അതിനെ ഒന്നുകൂടി ആഴത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ബാക്കി വരികളിലൂടെ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. കവിതാക്ക സന്ദേശേക്ക്, കവിതയുടെ സന്ദേശം, അതിൻ്റെ മെസ്സേജ് ഇതാണ്. എന്താണ്? ദോ മനുഷ്യോं के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है, जानकारियां जरूरी नहीं है. എന്താണ്? ദോ മനുഷ്യോं के बीच, 2 മനുഷ്യരുടെ ഇടയ്ക്ക് മനുഷ്യതാക്ക എഹ്സാസ്, മനുഷ്യത എന്നതിൻ്റെ, മനുഷ്യത്വം എന്നതിൻ്റെ ആ ഒരു അനുഭവപ്പെടൽ, എഹ്സാസ് എന്ന് വെച്ചാൽ തോന്നൽ, അനുഭവപ്പെടൽ, ആ മനുഷ്യത്വം എന്നത് തോന്നൽ, ഹ്യൂമാനിറ്റി, ആ ഒരു മനുഷ്യത്വം അത് അനുഭവപ്പെടുന്നത്. അല്ലെങ്കിൽ യാനി, അതായത് മാനവീയ സംവേദന എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് മനുഷ്യനെ മനസ്സിലാക്കുന്നത്, അതായത് മനുഷ്യത്വപരമായിട്ടുള്ള മനുഷ്യൻ്റെതായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ മാനവീയ സംവേദന എന്ന് പറയുന്നത്. വിഷമമാണെങ്കിലും എന്താണെങ്കിലും അതിനെ മനസ്സിലാക്കുന്നത്. ഹോന ജറൂരി ഹേ, അതായത് മനുഷ്യത്വം, അതായത് മനുഷ്യനായിട്ട് നമ്മൾ നിന്നാൽ മാത്രമാണ്, മനുഷ്യരായിട്ട്, മനുഷ്യരുടെ കാര്യങ്ങളായിട്ട് മനുഷ്യത്വത്തിൻ്റെ രീതിയിൽ നമ്മൾ കാണുക. ആ മനുഷ്യരുടെ ഇടയ്ക്ക് ഒരു മനുഷ്യത, ഒരു ഹ്യൂമാനിറ്റി, ഒരു മനുഷ്യത്വം ഉണ്ടെങ്കിൽ മാത്രം, മനുഷ്യത്വം ആവശ്യമാണ്. ഹോന ജറൂരി ഹേ, ആവശ്യമാണ്. അതായത് മാനുഷിക സംവേദനക്ഷമത, അതായത് സംവേദനം എന്നൊക്കെയാണ്. അതായത് അറിയുക, മനുഷ്യൻ്റെ വേദനയെ അറിയാനുള്ള ആ ഒരു കഴിവ് നമുക്ക് വേണം. ജാൻകാരിയാം ജറൂരി നഹി ഹേ, അതായത് ജാൻകാരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻസിൻ്റെ ആവശ്യകതയില്ല. അതായത് അയാളുടെ പേരോ സ്ഥലമോ ഒന്നും അറിയേണ്ടതിൻ്റെ ആവശ്യമില്ല. മനുഷ്യത്വം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും സഹായിക്കാൻ കഴിയും. മനുഷ്യത്വമാണ് മനുഷ്യരുടെ ഇടയിൽ വേണ്ടത്, അല്ലാതെ ഇൻഫർമേഷൻ അല്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ?
അപ്പം അയാൾ മറ്റുള്ളവരെ കുറിച്ചുള്ള അറിവുകളല്ല, ഒരു മനുഷ്യത്വമാണ് മനുഷ്യരുടെ ഇടയിൽ ആവശ്യമായിട്ടുള്ളത് എന്ന സന്ദേശമാണ് ഈ കവിത നൽകുന്നത്. കിന്തു യഹ സന്ദേശ് കവിത മേ ഉപദേശ് കി തരഹ നഹി ആതാ.